സംവിധാനം അർഫസ് അയൂബ്, മ്യൂസിക് വിശാൽ ചന്ദ്രശേഖർ, വിശാൽ കൃഷ്ണമൂർത്തി അല്ല, എഡിറ്റിംഗ് ദീപു ജോസഫ്, മേക്കപ്പ് റോണക് സേവിയർ, പ്രൊഡക്ഷൻ ഡിസൈൻ പ്രേം നവാസ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പേര് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ചടങ്ങ് കഴിഞ്ഞാൽ ഇത്രയും പേരും ഗംഭീരമായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഈ പടത്തിൽ. സിനിമയ്ക്ക് എന്താണ് വേണ്ടതെന്ന് സംവിധായകനും തിരക്കഥാകൃത്ത് ഉദ്ദേശിച്ച സാധനം അത് തിരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. സൗണ്ട് മിക്സിംഗ് ഓൾസോ ആരാണെന്ന് എനിക്കറിയത്തില്ല, സൗണ്ട് മിക്സിംഗ് സാഹിതം ഗംഭീരം. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. ആസിഫ് അലി മെയിൻ റോളിൽ, അമല പോൾ മെയിൻ റോളിൽ, ഷറഫുദ്ദീൻ മെയിൻ റോളിൽ, പിന്നെ കുറച്ച് ചെറിയ ചെറിയ റോളുകൾ ചെയ്ത ആൾക്കാരുണ്ട്. ലാൽ ജോസ് ഉണ്ട്, ഡയന സുരേഷ് എന്നൊരു നടിയുണ്ട്, ജോമോൻ. ഇവരൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രയും പേരെ ഈ പടത്തിലുള്ളൂ. ഇവിടെ പടം 1.25 മണിക്കൂറേ ഉള്ളൂ. ഈ പടം പക്ഷേ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് സാധനമാണ്. ഇത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സാവുമായിരുന്നല്ല. ഞാനിത് OTT കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു ആക്ച്വൽ ഫീൽ കിട്ടത്തില്ല ഒരിക്കലും. അപ്പം വിചാരിച്ചാൽ എന്തായാലും പാടാം, ഇതെന്തിനാണ് തിയേറ്ററിൽ അവന്മാരൊക്കെ തള്ളുന്നത്, എല്ലാവരും നല്ല അഭിപ്രായമാണല്ലോ പറയണമെന്ന് നമുക്ക് തോന്നിപ്പോയിരുന്നു. പക്ഷേ ഇത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴേക്കും അത് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തോന്നുന്നു ഒരു ഓഫ് ബീറ്റ് അവാർഡ് പടം, സ്ലോ പേസ്, മറ്റേ ഇട്ട് ഇഴപ്പിച്ച് അങ്ങനെ ഒന്നുമല്ല ഇത്. എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല. സ്ക്രീനിൽ ഇങ്ങനെ മുഴുകി അതിങ്ങനെ കണ്ടങ്ങിരുന്നടേ. അത്രമാത്രം നമുക്ക് ഇൻവോൾവ് ആയിട്ട് ഈ സിനിമ കാണാൻ പറ്റും. ഒരു ലെവൽ ക്രോസ്, ഈ സ്ഥലമോ കാലമോ ദേശമോ ഒന്നുമില്ല. എവിടെയാണെന്ന് പറഞ്ഞൂടാ, എപ്പോഴാണെന്ന് പറഞ്ഞൂടാ, ഒന്നും പറഞ്ഞൂടാ. മൊത്തത്തിലൊരു ഫിക്ഷനാണ്. അപ്പോൾ തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അവിടെ നമ്മൾ ലോജിക്ക് തപ്പി ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ അവിടുത്തെ കഥാപാത്രങ്ങളുടെ അവരുടെ അഭിനയവും അവരുടെ ബിഹേവിയറും എല്ലാം ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊക്കെ സാങ്കല്പികമാണ് ആ ഗ്രാമം. പക്ഷേ ഈ ഗ്രാമമായാലും അവിടുത്തെ കിണറായാലും അവിടുത്തെ ജനങ്ങളുടെ ആ കാര്യം പറയുന്നതാണെങ്കിലും അവിടുത്തെ കഴുതയായാലും അവിടുത്തെ പ്രകൃതിയായാലും ഇവരുടെ കഥാപാത്രങ്ങളോടും സിനിമയുടെ കഥയോടും ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കാണുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഒരു ലെവൽ ക്രോസ് വണ്ടികളൊന്നും പാസ് ചെയ്യാൻ പോകില്ല. ഒരു വഴിപാട് പോലത്തെ ഒരു ലെവൽ ക്രോസ്, ചുറ്റും ഒരൊറ്റ മനുഷ്യർ പോലും ഇല്ലാത്തൊരു സ്ഥലം, തരിച്ച് ഭൂമി എന്ന് പറയാം. ഇടയ്ക്ക് 1-2 ഗുഡ്സ് ട്രെയിന്, ഒരു പാസഞ്ചർ അങ്ങോട്ട്, ഗോമതി എന്ന് പറഞ്ഞൊരു പാസഞ്ചറും കൂടി പോകും. അത് തന്നെ. അപ്പോൾ അവിടെ തന്നെ സ്ഥിരതാമസമാക്കി ഒരു വീട് പോലെയൊക്കെ സെറ്റപ്പൊക്കെ ചെയ്ത് ആസിഫ് അലി അവിടെ വാച്ച്മാനായിട്ട്, ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്യാണ്. അവിടെ അവിചാരിതമായിട്ട് അമല പോളിൻ്റെ കഥാപാത്രം എത്തുന്നു. അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും എടുത്തില്ല, വളരെ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അവന്മാർ ആ സിറ്റുവേഷനും ആ സ്ഥലവും ബിൽഡ് ചെയ്ത് നമ്മൾ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പം നമുക്കത് കണക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് നല്ല ലാഗും പരിപാടിയൊക്കെ തോന്നും. പക്ഷേ ഇതിൽ തുടക്കത്തിൽ തന്നെ ആ നടക്കുന്ന സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റി. ഓരോരോ ഇപ്പം ഇയാൾ ഈ തീപ്പെട്ടി വെച്ച് ഇത് കത്തിച്ചിട്ട് ഈ സിഗരറ്റ് വലിക്കുമ്പോഴുള്ള ചെറിയ ശബ്ദം പോലും ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ട് നമുക്കവിടെ ഫീൽ ചെയ്യും. അപ്പം നമുക്ക് ആ സ്ഥലത്തേക്ക് തന്നെ ആദ്യമേ ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ആ ഒരു, എനിക്കിതിനു മുമ്പേ ഇത് തോന്നിയത് ഈ നൻപകൽ നേരത്ത് മയക്കം എന്നുള്ള സിനിമയിലാണ്. ആ ഒരു ഈ സ്ഥലവും ഇതുമൊക്കെ നമ്മൾ ഇറങ്ങിച്ചെന്ന് നിൽക്കും പോലെ ആ ഒരു ഫീൽ വന്നത്. ആ ഒരു ഫീൽ ഈ സിനിമയിലും ഉണ്ടായിരുന്നു. ഇതിലെല്ലാവരും മിസ്റ്റീരിയസ് ആണ് കഥാപാത്രങ്ങൾ. ഇതിൽ ആരാണ് ശരി, ആരാണ് കള്ളം പറയുന്നത്, ഓരോരുത്തരും അവരുടെ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ നമുക്ക് അവർ പറയുന്നത് ശരിയായിട്ട് തോന്നും. പക്ഷേ ആര് പറയുന്നതാണ് ശരി, എന്താണ് ഇതിൻ്റെ അങ്ങോട്ട് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പടത്തിലിരിക്കുന്ന കാര്യം. അത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള ട്വിസ്റ്റ് വരുന്നുണ്ട്. പടത്തിൻ്റെ ഗിയർ ചേഞ്ച് ആവുന്നുണ്ട്. അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ ഉൾട്ടയാക്കി വേറൊരു സംഭവമാണ് അവസാനം വരുന്നത്. ആ സമയത്തൊക്കെ അടുത്തെന്താവും എന്നുള്ളൊരു ആകാംക്ഷ ജനിപ്പിക്കാനും ഒരു ത്രില്ലർ ആയിട്ട് പോകാനും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ സൈക്കോളജിക്കൽ ത്രില്ലറെന്നോ മിസ്റ്ററി ത്രില്ലറെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ എനിക്കൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ കണ്ട് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഇയാൾ എങ്ങനെ ഡീൽ ചെയ്യണം, ഇയാൾ എത്രക്കാരനാണെന്ന് ജഡ്ജ് ചെയ്യാനുള്ള ഒരു സാധനം എനിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോഴും ഇത് അവസാനം ഇങ്ങനെയായിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ വന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നില്ല. പക്ഷേ എനിക്കത് മനസ്സിലായി, ഇങ്ങനെ ആയിരിക്കും ക്ലൈമാക്സ് എന്ന് എനിക്ക് മനസ്സിലായി. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് അത് വലിയൊരു ട്വിസ്റ്റായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും അത് ഒരു ബോറടിക്കാനുള്ള ഒരു സാധ്യതയൊന്നും ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ പെർഫോമൻസ്, ആസിഫ് അലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാൾ മൊത്തത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ആസിഫ് അലി നമ്മൾ കണ്ടിട്ടില്ല. കഥാപാത്രം അങ്ങനെ തന്നെയാണ്, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ ഇയാൾ എത്ര ഒരു സിനിമയിൽ ഒരാൾ മാറാൻ നോക്കിയാലും ചില സീനുകൾ ഒന്നിൽ ഇമോഷണൽ വരുമ്പം, ഇല്ലെങ്കിൽ ദേഷ്യം വരുമ്പം, ഇല്ലെങ്കിൽ ചിരി വരുമ്പോഴൊക്കെ ഒറിജിനൽ സാധനം പുറത്തു വരുന്ന ഇതൊക്കെ സംഭവിക്കാറുണ്ട്, മിക്കവർക്കും സംഭവിക്കും. പക്ഷേ ഈ ആസിഫ് അലി ഒരു പോയിന്റിൽ പോലും അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് മൈന്യൂട്ടായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഗംഭീര പ്രകടനം എന്നേ പറയാൻ പറ്റുള്ളൂ, ഗംഭീര പ്രകടനം. ഇൻക്ലൂഡിങ് ഫ്ലാഷ് ബാക്കിൽ
ഒരു സംഭവം വരുമ്പോൾ തന്നെ ഇയാളുടെ ഗെറ്റപ്പും എല്ലാം മാറുന്നുണ്ട്. മാറുമ്പോൾ പോലും അയാളുടെ ആ മാനറിസം, കഥാപാത്രം മാനറിസം വിടുന്നില്ല. അതാണ് അദ്ദേഹം എത്ര വലിയ ആക്ടറാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. നമുക്കൊരിക്കലും അഡിഗോസ് അമിഗോസിലെ ആസിഫ് അലി ഇതിൽ കാണാൻ കഴിയത്തില്ല. ഇതിലെ ആസിഫ് അലിയെ നമുക്ക് തലവനിലും കാണാൻ കഴിയത്തില്ല. മൂന്ന് കഥാപാത്രങ്ങളായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരാളാണ് അഭിനയിച്ചതെന്ന് ഞങ്ങളൊരു ഫീലും തരുന്നില്ല. അത്ര ഗംഭീരം ചെയ്തിട്ടുണ്ട്. അമല പോൾ ഓൾസോ ഇടയ്ക്ക് ഡബ്ബിങ് സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അമല പോൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എളുപ്പമുള്ള കേക്ക് വാക്കായിട്ടുള്ള ഒരു കഥാപാത്രമൊന്നുമല്ല. അത്യാവശ്യം പാടാണ് അമല പോളിൻ്റെത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിടുത്തം കിട്ടും, ഇത് ഇന്നയാണ് അങ്ങനെയാണെന്നുള്ളത്. ഒരു തരത്തിലുള്ള സാധ്യതയും വയ്ക്കാതെ അമല പോൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷറഫുദ്ദീൻ, ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവരൊക്കെ ക്യാരക്ടർ ഷിഫ്റ്റായിട്ട് മുമ്പ് കാണിച്ച ഒരേ രംഗം തന്നെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോഴെ ആദ്യം കണ്ട സ്വഭാവത്തിലുള്ള ആൾക്കാരല്ല, പക്ഷേ ലുക്കും ഇവരുടെ ഈ അപ്പിയറൻസും എല്ലാം സെയിമാണ്. പക്ഷേ ആദ്യം കണ്ട മനുഷ്യരെല്ലാം ഈ നിന്ന് പെരുമാറുന്നതെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അത്രയ്ക്കും ഭയങ്കര വ്യത്യാസപ്പെടുത്തി അവർ അഭിനയിച്ചിട്ടുണ്ട്. അത് അത്രയും സൂക്ഷ്മമായിട്ടാണ് ഈ ഡയറക്ടർ ഇത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു പാട്ട് വരുന്നുണ്ട്, അത് നന്നായിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെ കൂടുതലും സൈലൻസ് ആണ് ഉപയോഗിക്കുന്നത്. സൈലൻസ് അല്ലാത്ത രംഗങ്ങളിൽ എത്ര പിച്ചിൽ സാധനം കൊടുക്കണം, അത് എത്ര രീതിയിൽ പ്രേക്ഷകർക്ക് ഏൽപ്പിക്കണമെന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അതുപോലെ സിനിമാറ്റോഗ്രാഫി ഒരു സ്ഥലത്താണ് നടക്കുന്നത്. അവിടെ അതും അത്ര വലിയ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല, പക്ഷേ ഓരോ ഫ്രെയിംസും അത്രയും ഗംഭീരമായിട്ടാണ് ഇയാൾ എടുത്തു വെച്ചിരിക്കുന്നത്. സ്റ്റാറ്റിക് ഷോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈഡ് ആംഗിൾ ആയിക്കോട്ടെ, എന്താണെങ്കിൽ ഒരു ട്രെയിനിൻ്റെയൊക്കെ ഒരു സാധനങ്ങളുണ്ട്. ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നതൊക്കെ എന്ത് രസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഓരോരുത്തരുടെ ഇമോഷൻസ് ഒപ്പിയെടുക്കുന്നത് ഗംഭീരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അതിന്. ദീപു ജോസഫിൻ്റെ എഡിറ്റിംഗ് ഉണ്ട്. ഇത് ഒരിടത്ത് പോലും ഇതൊരു സീരിയലോ നാടകമോ പോലെ ആയിപ്പോൾ അത് കറക്റ്റായിട്ട് എന്താണോ സിനിമയ്ക്ക് വേണ്ടത് ആ കട്ട്സ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. റോണക്സിൻ്റെ മേക്കപ്പ് ഓൾസോ ഇപ്പം ആസിഫ് അലിയെ ഗെറ്റപ്പിൽ കാണിക്കുമ്പോൾ പോലും അമല പോളിനെ കാണിക്കുമ്പോൾ പോലും ഒരിടത്ത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അത് സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്ലേസാണ്. നമ്മുടെ സാധാരണ കണ്ടു വളർന്ന ഒരു പശ്ചാത്തലമൊന്നുമല്ല. ആ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളും അങ്ങനെയാണ്. ആ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളും ആ ട്രെയിൻ സഹിതം എല്ലാം ഭയങ്കര വ്യത്യാസപ്പെടുത്തി പുതിയ കാഴ്ചകളായിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതും ആർട്ട് പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓവറാൾ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് തിയേറ്ററിൽ ഇനി എത്ര തിയേറ്ററിലുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തായാലും മിസ്സാക്കരുത്. നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഈ പറഞ്ഞ പോലെ ഇതൊരു ഓഫ് ബീറ്റ് പടമോ അവാർഡ് പടമോ ഒന്നുമല്ല. നല്ല രീതിയിൽ ത്രില്ലടിപ്പിക്കുന്ന, എന്നാൽ ഭയങ്കര ഒരു സീറ്റഡ്ജ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇഴുകിച്ചേർന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ടങ്ങ് ഇറങ്ങിച്ചെന്ന് ഇതങ്ങ് ലയിച്ചിരുന്ന് കണ്ട് തീർക്കുന്നു. ഇടയ്ക്ക് ചിരിപ്പിക്കുന്നൊക്കെയുണ്ട്. കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ലാസ്റ്റ് ട്വിസ്റ്റൊക്കെ റിവീൽ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലോട്ടുള്ള സീനുകളും അതിൽ അയാൾ പ്രവർത്തിച്ചതും അയാൾ ഒറ്റയ്ക്കിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോഴേക്കും നമുക്ക് ഇന്നയാൾ ഇന്നതാണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്തതിന് ശേഷം നമ്മൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ഭയങ്കര രസമാണത്. എന്തായാലും ഒരുപാട് അപ്രിസിയേഷനും അവാർഡും വാരിക്കൂട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ലെവൽ ക്രോസ്.